ഒരു സബ്സ്ക്രൈബ് ചെയ്യുക. ജസ്നാസ് കെമിസ്ട്രി ക്ലാസ്സിൽ ഇതാ ഈ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കിയേക്കുക. അപ്പോൾ യു ക്യാൻ സബ്സ്ക്രൈബ് ആൻഡ് റെഗുലർ അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ബെൽ ഐക്കൺ ഞെക്കി കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഓൾ ഞെക്കിയാൽ നിങ്ങൾക്ക് ഡെയിലി ഉള്ള അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ചെയ്യാത്തവരൊക്കെ ചെയ്യുക. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ടോപ്പിക്സ് ക്ലിയറായി കാണുന്നില്ല എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾ ചെയ്യേണ്ടത് ജസ്നാസ് കെമിസ്ട്രി ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഹോം ഉണ്ട്, അതിൻ്റെ തൊട്ടടുത്ത് വീഡിയോസ് മുകളിൽ പ്ലേലിസ്റ്റ് കാണാം. പ്ലേലിസ്റ്റിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഓരോ ഫോൾഡറിൽ കാണാം. ഗ്രേഡ് 10 സ്റ്റേറ്റ്, ഗ്രേഡ് 9. അതിൽ നിങ്ങൾക്ക് ഏതാണോ ആവശ്യമുള്ളത് ആ ഫോൾഡർ ക്ലിക്ക് ചെയ്താൽ മതി. ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇതാ നമ്മളിന്ന് പുതിയ ലെസൺ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഏതാ ലെസൺ? ദ വേൾഡ് ഓഫ് കാർബൺ, അതായത് കാർബണിൻ്റെ വേൾഡ് അല്ലേ, അതിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കും പീരിയോഡിക് ടേബിളിൽ കുറേ എലിമെൻറ്റ്സ് ഉണ്ട് അല്ലേ. നൈട്രജൻ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, സൾഫർ ഉണ്ട്, ഓക്സിജൻ, അങ്ങനെ നോക്കി കുറേ എലിമെൻറ്റ്സ്. പിന്നെ ഈ കാർബണിന് മാത്രം എന്താ ഇത്രയും പ്രത്യേകത അല്ലേ? അതിനെ മാത്രം സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്? നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കാർബൺ ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എലിമെൻ്റ് എന്ന് പറയണം. കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും കാർബൺ ഉണ്ട്. എവിടെ നോക്കിയാലും കാർബൺ ഇൻ ഇറ്റ്സ് വൺ ഫോം ഓർ ദി അതർ ഫോമിൽ നമുക്ക് കാണാൻ പറ്റും. കാർബണിന് പിന്നെ മറ്റ് എലിമെൻറ്റ്സ് സ്പെഷ്യൽ ആക്കുന്ന കുറേ ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ട്. കാരണം കാർബൺ ക്യാൻ മോർ ദാൻ ലാർജ് നമ്പർ ഓഫ് കോമ്പൗണ്ട്സ്. വേറെ ഏത് എലിമെൻറ്റ് കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്നതിനെക്കാട്ടും കാർബണിന് അത്രയും കോമ്പൗണ്ട്സ് ഉണ്ടാക്കാനുള്ളൊരു പ്രോപ്പർട്ടി ഉണ്ട്. അത് തന്നെയാണ് കാർബണിനെ സ്പെഷ്യൽ ആക്കുന്ന ബാക്കി എലിമെൻറ്റ്സ് എന്നുള്ളത്. എന്തുകൊണ്ട് കാർബണിനെ ബാക്കി എലിമെൻറ്റ്സ് സ്പെഷ്യൽ ആക്കുന്നത് നമ്മൾ ഈ ലെസൺ ഇങ്ങനെ പഠിക്കുമ്പോൾ വഴിയെ മനസ്സിലാവും. അപ്പോൾ എന്താണ് കാർബണിന് ഇത്രയും സ്പെഷ്യാലിറ്റി അല്ലേ? Like all other elements like hydrogen, nitrogen, carbon is also a simple element, but carbon has many specialities. നമ്മൾ എവിടെ ഡെയിലി ലൈഫിൽ എന്തെടുത്താലും കാർബൺ ഉണ്ട്. നമ്മൾ ഇപ്പം എയറിൽ നോക്കുകയാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഫോമിലുണ്ടാവും, കാർബൺ മോണോക്സൈഡ് ഫോമിലുണ്ട്. ഇപ്പം നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് അതിൽ കാർബൺ ഉണ്ട്. അപ്പോൾ ശരിക്കും അതിലെവിടെയാണ് കാർബൺ നമ്മൾ കാണുന്നില്ലല്ലോ. അതെടുത്തൊന്ന് ചെറുതായി ഒന്ന് കത്തിച്ച് നോക്കൂ. അപ്പോൾ അതിൽ ആഷ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് കറുത്തിട്ട് നമ്മുടെ കറുപ്പ് കത്തിച്ച് കഴിഞ്ഞാൽ ആ കറുപ്പ് പൊടി വരുന്നത് എന്തുകൊണ്ടാണ് അറിയോ? കത്തിച്ച് കഴിഞ്ഞാൽ അതിൽ കാർബൺ ഉള്ളതുകൊണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എടുക്കുന്ന പേപ്പർ എടുത്തു നോക്കൂ, അതിലും കാർബൺ ഉണ്ട്. ഡൗട്ട് ഉണ്ടോ? കത്തിക്കൂ, കരി വരുന്നുണ്ടോ? ദെൻ ഇറ്റ് കണ്ടെയ്ൻ കാർബൺ. അപ്പം എന്തെടുത്താലും സോപ്പ്, ഓയിൽ, ഈ ഓയിൽ, സോപ്പ് ഒക്കെ എന്താ പറയുക? ഇറ്റ്സ് എ കോമ്പൗണ്ട് ഓഫ് കാർബൺ. കാർബണിൻ്റെ കോമ്പൗണ്ടാണ്. വുഡ്, നമ്മൾ അടുപ്പിൽ വിറക് കത്തിക്കുമല്ലോ, വിറക് കത്തിക്കുമ്പോൾ കരി ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ടാണ്? വുഡിൽ കാർബൺ ഉണ്ട്. അപ്പം നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന എന്തിലും, ഫുഡായിക്കോട്ടെ, നമ്മുടെ ബോഡിയിലായിക്കോട്ടെ, എവിടെ നോക്കിയാലും കാർബൺ ഉണ്ട്. അപ്പോൾ കാർബണെ പറ്റി പഠിച്ചല്ലേ പറ്റൂ. അതുതന്നെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. എന്താണ് കാർബൺ, എന്തിനൊക്കെയാണ് കാർബൺ യൂസ് ചെയ്യുന്നത്, കാർബണിൻ്റെ സ്പെഷ്യാലിറ്റി എന്തൊക്കെയാണ്, അതൊക്കെയാണ് നമ്മളിതിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കാർബൺ, പ്രസൻസ് ഓഫ് കാർബൺ, അതായത് ഈ കാർബൺ നമ്മുടെ ഇതിൽ എലിമെൻ്റൽ സ്റ്റേജിൽ കാർബൺ ആസെറ്റ്സ് ആയിട്ട് കാണാം. ചിലപ്പോൾ കാർബണിൻ്റെ കോമ്പൗണ്ട്സ് ആയിട്ട് കാണാൻ പറ്റും. ഇങ്ങനെ പല ടൈപ്സിൽ കാർബണിനെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ സാധനങ്ങൾ കത്തിക്കുമ്പോൾ, അതായത് നമ്മുടെ വുഡൻ ചാർക്കോൾ, വുഡിൻ്റെ ചാർക്കോൾ എന്ന് പറഞ്ഞാൽ കരി അല്ലേ, ആ വുഡ് കത്തിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ചാർക്കോൾ, അത് എന്തുകൊണ്ടാണ്? ആ വുഡിലുള്ള കാർബൺ ഉള്ളത് കൊണ്ട്, അത് കത്തിയിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ചാർക്കോൾ കിട്ടുന്നത്, പേപ്പർ കത്തുമ്പോൾ. അതേപോലെ ലാമ്പ് ബ്ലാക്ക്, നമ്മൾ വിളക്കൊക്കെ കത്തിക്കുമ്പോൾ കരി വരുന്നത് കണ്ടില്ലേ? അതൊക്കെ എന്താണ്? ഇറ്റ് ഈസ് ഓൺലി ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് കാർബൺ. അപ്പോൾ കാർബൺ ഇസ് പ്രസൻറ്റ് എവിടെ? കാർബണിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. കാർബണിൻ്റെ സിമ്പിൾ എന്താ? സി അല്ലേ? അതിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 6 ആണ്. എത്രയാണ് അറ്റോമിക് നമ്പർ? 6. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറിയാം, 2 എഴുതാൻ അറിയാലോ. ഞാൻ പറഞ്ഞു എഴുതാൻ അറിയാത്തവർക്ക് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ, റൈറ്റിംഗ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വാലൻസി എന്ന് പറഞ്ഞാൽ. ആ വീഡിയോ കണ്ട യു വിൽ നോ ഹൗ ടു റൈറ്റ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആൻഡ് വാലൻസി ഒക്കെ. ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് കാർബൺ ഇസ് 2, 4. അപ്പോൾ ഇതിൽ വാലൻസ് ഇലക്ട്രോൺ എന്താ? വാലൻസ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ 4 ആണ്. വാട്ട് ഇസ് ദ വാലൻസ് ഇലക്ട്രോൺസ് ഇൻ കാർബൺ? 4. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കാർബണിൻ്റെ ബേസിക്. അതായത് കാർബണിൻ്റെ സിമ്പിൾ സി, കാർബണിൻ്റെ അറ്റോമിക് നമ്പർ 6, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 4. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാത്തവൻ അറിയാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടാൽ മതി. അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഹൗ ടു റൈറ്റ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, വാട്ട് ഇസ് വാലൻസി, ഹൗ വി ആർ ഗെറ്റിംഗ് ദ വാലൻസ് ഇലക്ട്രോൺസ് എന്നുള്ളത്. ദെൻ ദ വാലൻസി ഓഫ് കാർബൺ ഇസ് 4. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കാർബണിൻ്റെ ബേസിക്. പിന്നെ ബാക്കി കാര്യങ്ങളിലേക്ക് നോക്കാം നമുക്ക്. കാർബണിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ് കാർബൺ ഷോസ് എലോട്രോപ്പി.
എന്താണ്? കാർബൺ ഷോസ് എലോട്രോപ്പി. അത് കാർബണിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്പെഷ്യാലിറ്റിയാണ് എലോട്രോപ്പി. എന്താണ്? എലോട്രോപ്പി. അപ്പോൾ ഈ എലോട്രോപ്പി എന്താണെന്ന് അറിയണ്ടേ? എന്നാലല്ലേ കാർബണിൻ്റെ എലോട്രോപ്പിനെ പറ്റി പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എലോട്രോപ്പി എന്ന് പറയുന്നത് ഒരു ഫിനോമിനയാണ്, ഒരു ഫിനോമിനോൺ, അതായത് ഒരു എന്താ പറയുക, ഒരു പ്രതിഭാസം അല്ലെ, ഒരു ഫിനോമിനോൺ ആണ്. വാട്ട് ഈസ് എൻ എലോട്രോപ്പി? അതായത് സം എലിമെന്റ്സ് ക്യാൻ എക്സിസ്റ്റ് ഇൻ മോർ ദാൻ വൺ ഫോം. അതായത് ഒരു എലിമെന്റിന് ചിലപ്പം ഒന്നോ അതിലധികമോ ഡിഫറെൻറ്റ് ഫോമിലുണ്ടാവും. Their physical property may be different, but their chemical properties are same. അപ്പോൾ എന്താ ഇപ്പോൾ പറഞ്ഞത്? എലോട്രോപ്പി എന്ന് പറഞ്ഞാൽ ചില എലിമെൻറ്റുകൾക്ക് അവരുടെ തന്നെ പല രൂപത്തിൽ കാണാൻ പറ്റും. അവരുടെ ഫിസിക്കൽ സ്റ്റേറ്റ്, ചിലപ്പോൾ അവർ സോളിഡ് സ്റ്റേറ്റ് ആയിരിക്കില്ല, ചിലപ്പോൾ അവർ ലിക്വിഡ് സ്റ്റേറ്റ് ആയിരിക്കും, ചിലപ്പോൾ അവർ കുറച്ച് കട്ടിയുള്ളതായിരിക്കും, ചിലപ്പോൾ അവർ സോഫ്റ്റ് ആയിരിക്കും. പക്ഷേ സംഭവം എന്താണ്? കാർബൺ തന്നെയാണ്. ബട്ട് ദേ കെമിക്കൽ പ്രോപ്പർട്ടീസ്, അവരെ കെമിക്കലി നമ്മൾ എന്ത് റിയാക്ഷൻ ചെയ്താലും അവരെന്തായിരിക്കും? സെയിം ആയിരിക്കും. അങ്ങനെയുള്ള സബ്സ്റ്റൻസിനെ നമ്മൾ പറയും എലോട്രോപ്സ് എന്നും, ആ ഒരു ഫിനോമിനെ നമ്മൾ പറയും എലോട്രോപ്പി എന്നും. അപ്പോൾ വാട്ട് ഈസ് എലോട്രോപ്പി അല്ലെങ്കിൽ വാട്ട് ഈസ് എലോട്രോപ്സ്? Allotropes, some elements can exist in more than one form with different physical characteristics but same chemical characteristics. Such elements are called as allotropes and that phenomenon is known as allotropy. For definition, the phenomenon in which element exists in two or more different physical states with similar chemical properties are called as allotropy. അപ്പോൾ ഇതാണ് എലോട്രോപ്പി. അപ്പോൾ നമ്മളിപ്പോൾ എന്താ പറഞ്ഞത്? കാർബൺ എലോട്രോപ്പി എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പറഞ്ഞാൽ എന്താ? കാർബണിന് തന്നെ പല രൂപത്തിൽ, പല ഡിഫറെൻറ്റ് വേർഷനിൽ കാർബണിനെ കാണാം. പക്ഷേ എന്തായിരിക്കും? അവർ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും ചിലപ്പോൾ, പക്ഷെ അവർ കെമിക്കലി എന്താണ്? അവർ കാർബണാണ്. ഓക്കെ, അതാണ് എലോട്രോപ്സ്. അപ്പോൾ കാർബണ് എലോട്രോപ്പി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. കാരണം ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ 11th പഠിക്കുന്നുണ്ട്, 12th പഠിക്കുന്നുണ്ട്. ഈ കാർബൺ ഒരു ബേസാണ്. കാരണം എല്ലാ ക്ലാസ്സിലും ഈ ഒരു എലോട്രോപ്സും കാർബണിൻ്റെ കോമ്പൗണ്ട്സും 10th നിങ്ങൾക്ക് ഇതിന് നല്ലൊരു ഏരിയ തന്നെ പഠിക്കാനുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു ബേസ് നമുക്ക് 9th വളരെ അറിയാം. അപ്പം നമ്മൾ എന്താ പറഞ്ഞത്? കാർബണിന് എലോട്രോപ്സ് ഉണ്ട്. കാർബൺ കുറേ എലോട്രോപ്സ് ഉണ്ട് കേട്ടോ. ആ എലോട്രോപ്സിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യണം. ആ എലോട്രോപ്സിനെ അവരുടെ നേച്ചർ അനുസരിച്ചിട്ട് നമ്മൾ രണ്ടായി ക്ലാസിഫൈ ചെയ്യണം. ക്രിസ്റ്റലൈൻ എലോട്രോപ്സ് ആൻഡ് എമോർഫസ് എലോട്രോപ്സ്. എന്താണ് ക്രിസ്റ്റലൈൻ എലോട്രോപ്സ് എന്നും എമോർഫസ് എലോട്രോപ്സ് എന്നും? ആ വേർഡ് തന്നെ ക്ലിയർ ആണ്. അതായത് ക്രിസ്റ്റലൈൻ എലോട്രോപ്സിന് ഒരു റിജിഡ് ആയിട്ടുള്ളൊരു സ്ട്രക്ചർ, നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്ട്രക്ചർ ഉണ്ടാവും. അവർക്കൊരു ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ടാവും. ക്രിസ്റ്റലൊക്കെ നമ്മൾ ക്രിസ്റ്റൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു കുറച്ച് ഹാർഡായിട്ടുള്ളത് ഒരു ഡെഫിനിറ്റ് സ്ട്രക്ചർ ഉണ്ട്. ക്രിസ്റ്റലൈൻ എമോർഫസിനൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് +2 പഠിക്കുന്നുണ്ട് കേട്ടോ സയൻസിൽ. അപ്പോൾ നമ്മൾ അത്ര ഡീറ്റെയിലേക്കൊന്നും പോകുന്നില്ല, നമുക്ക് മനസ്സിലാവാനുള്ള രീതിയിൽ പറഞ്ഞുതരാം. ക്രിസ്റ്റലൈൻ എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്റ്റലിൻ്റെ ഷേപ്പ് ആയിരിക്കും, അതിൻ്റെ ഒരു റിജിഡ് ഷേപ്പ്, ക്രിസ്റ്റലിൻ്റെ ഷേപ്പ് നല്ല റിജിഡ് ഷേപ്പ് ആയിരിക്കും. അതിലെ ആറ്റംസിൻ്റെ ഒരു പെർട്ടിക്കുലർ അറേഞ്ച്മെൻറ്റ് ഉണ്ടാവും, ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ളൊരു ഷേപ്പ് ഉണ്ട്. എമോർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഷേപ്പ് ഒന്നും ആയിരിക്കില്ല, അവർ റിജിഡ് ആയിരിക്കത്തില്ല. അങ്ങനെയുള്ള എല്ലാ കാർബണിൻ്റെ എലോട്രോപ്സിൻ്റെ ഒരു ഗ്രൂപ്പിലേക്കും, നല്ല സ്ട്രോങ് ആയിട്ടുള്ള റിജിഡ് ആയിട്ടുള്ള കാർബണിൻ്റെ എലോട്രോപ്സിൻ്റെ വേറൊരു ഗ്രൂപ്പിലേക്കും നമ്മൾ ക്ലാസിഫൈ ചെയ്തു. സോ ദ എലോട്രോപ്സ് ഓഫ് കാർബൺ ക്യാൻ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു 2 types: crystalline allotropes and amorphous allotrope. Crystalline and amorphous. ഇനി ഈ ക്രിസ്റ്റലൈൻ, അപ്പോൾ നമ്മൾ പറഞ്ഞു ക്രിസ്റ്റലൈനിലാണ് കുറേ ആൾക്കാർ വരുന്നത്. ആരൊക്കെയാണ്? നമ്മൾക്ക് പരിചയമുള്ള ഡയമണ്ട്. ഇറ്റ്സ് എൻ എലോട്രോപ്പ് ഓഫ് കാർബൺ. ഡയമണ്ട് എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്നും മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമാണ്. ഇറ്റ്സ് എൻ എലോട്രോപ്പ് ഓഫ് കാർബൺ. ദെൻ ഗ്രാഫൈറ്റ്, ഇന്നും കേൾക്കുന്ന ഒരാളല്ലേ നമ്മുടെ ഗ്രാഫൈറ്റ്. നമ്മൾ അങ്ങനെ കേൾക്കാത്ത ഒരാളാണ് ഫുള്ളറിൻ ആൻഡ് ഗ്രാഫീൻ. ഈ രണ്ടാൾക്കാരെയും നമുക്ക് പുതിയതായി കേൾക്കണ പോലെ തോന്നും. സോ ദ ക്രിസ്റ്റലൈൻ ഇപ്പോൾ എളുപ്പമാണ് ചിന്തിക്കാൻ. ഫുള്ളറിൻ എല്ലാ ഇങ്ങനത്തെ കുറച്ച് ഡിഫറെൻറ്റ് പേരുകളുള്ള ആൾക്കാരൊക്കെ ഒരു ഗ്രൂപ്പിലാണ്. സോ ക്രിസ്റ്റലൈൻ എലോട്രോപ്സ് ഓഫ് കാർബൺ ആർ ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ ആൻഡ് ഗ്രാഫീൻ. ഇനി എമോർഫസ് ഞാൻ പറഞ്ഞു റിജിഡ് അല്ല, അവർക്ക് അങ്ങനെ ഒരു പെർട്ടിക്കുലർ സ്ട്രക്ചർ ഒന്നും ഇല്ലാത്ത ആൾക്കാരാണ് നമ്മൾ എന്ത് പറയുന്നത്? എമോർഫസിൽ വരുന്ന ആൾക്കാർ സിമ്പിൾ വുഡൻ ചാർക്കോൾ കത്തിക്കുമ്പോൾ, നമ്മൾ മരം കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ചാർക്കോൾ, ലാമ്പ് ബ്ലാക്ക് വിളക്ക് കത്തിക്കുമ്പോൾ ഉണ്ടാക്കുന്ന കരി, കോൾ, അങ്ങനെ വരുന്ന എല്ലാവരെയും നമ്മൾ, ഇനിയും കുറേ ഉണ്ട് കേട്ടോ, നമ്മൾക്ക് അത്രയൊന്നും വേണ്ട,
അപ്പോൾ amorphously wooden, charcoal, lamp black and coal. These are some of the allotropes of carbon. അപ്പോൾ allotropes എന്താ പറയുക, allotropy എന്താ പറയുക, ഇപ്പോൾ കാർബണിൻ്റെ allotropes വരാം. ഇനി നമുക്കിവിടെ പഠിക്കാനുള്ളത് ഈ ഓരോ allotropesനും സെപ്പറേറ്റ് ആയിട്ട് പഠിക്കണം. സോ ഫസ്റ്റ് വി വിൽ ഗോ വിത്ത് ദ ഡയമണ്ട്. നല്ല എളുപ്പമാണ്, പക്ഷെ നല്ലോണം മനസ്സിലാക്കുക ചെയ്യണം. നമ്മൾ എന്താ പറയാൻ പോകുന്നത്, ഡയമണ്ട്. ഇറ്റ് ഈസ് ദ ഹാർഡസ്റ്റ് എല്ലോട്രോപ്പ് ഓഫ് കാർബൺ. കാർബണിൻ്റെ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള എല്ലോട്രോപ്പാണ് ആര്, ഡയമണ്ട്. ഇറ്റ് ഈസ് ദ ഹാർഡസ്റ്റ് എലിമെൻറ്റ്, അതാണ് ഹാർഡസ്റ്റ് ആയിട്ടുള്ള എലിമെൻ്റ് ആണ്. പിന്നെ ഇറ്റ് ഈസ് എ ബാഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആര് കണ്ടക്ട് ചെയ്യില്ല, നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. കാർബണിൻ്റെ എല്ലോട്രോപ്പിൽ ചിലത് കണ്ടക്ട് ചെയ്യുന്നുണ്ട്, ഇത് കണ്ടക്ട് ചെയ്യുന്നില്ല. സോ ഇതിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ ഹാർഡസ്റ്റ്, ഞാൻ പറഞ്ഞു ഇറ്റ് ഇസ് ദ ഹാർഡസ്റ്റ് എല്ലോട്രോപ്പ് ഓഫ് കാർബൺ. ഹാർഡസ്റ്റ് എല്ലോട്രോപ്പ് ഓഫ് കാർബൺ ആണ്. സെക്കൻഡ് വൺ നമ്മൾ എന്താ പറഞ്ഞത്, it does not conduct electricity. നമുക്കറിയാം ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഫ്രീ ആയിട്ടുള്ള ഇലക്ട്രോൺസ് വേണം. ഇലക്ട്രോൺസ് മൂവ് ചെയ്യുമ്പോഴും മാത്രമേ ഒരു സബ്സ്റ്റൻസിന് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബട്ട് ഈ ഡയമണ്ടിലുള്ള ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആണ്, ആൻഡ് അവിടെ ഫ്രീ ഇലക്ട്രോൺസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഡയമണ്ട് ഇസ് എ ബാഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ല. ബട്ട് ഡയമണ്ട് ഇസ് എ ഗുഡ് തെർമൽ കണ്ടക്ടർ. അതായത് ടെമ്പറേച്ചർ, അതായത് ഹീറ്റിനെ കണ്ടക്ട് ചെയ്യാൻ ആർക്ക് പറ്റുന്നുണ്ട്, ഡയമണ്ടിന് പറ്റുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഡയമണ്ട് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് എന്താണ്, ഈ ഓർണമെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി. നമുക്കറിയാം ഡയമണ്ട് റിങ്, ഡയമണ്ട് ബാങ്കിൾ എല്ലാം ഡയമണ്ടിലാണ് ഇപ്പോൾ എല്ലാവർക്കും. അപ്പോൾ എന്താണ് ഈ ഡയമണ്ട് ഇത്ര സ്പെഷ്യൽ ആക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡയമണ്ടിനെ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പല ഷേപ്സിൽ കട്ട് ചെയ്യും. അപ്പോൾ ഈ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വെൻ ലൈറ്റ് എൻറ്റേഴ്സ് ടു ദിസ് ഡയമണ്ട്, ഇറ്റ് അണ്ടർഗോസ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഫിസിക്സിൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അല്ലേ. അപ്പം ഈ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ പോകുന്നത് വഴി ഉള്ളിൽ കയറി ടോട്ടൽ റിഫ്ലക്ഷൻ നടക്കുന്നത് കൊണ്ട് ദ കോമ്പണൻസ് ക്യാൻ ബി സെപ്പറേറ്റഡ്. ആ കയറുന്ന ലൈറ്റ് കോമ്പണൻസ് ആയി സെപ്പറേറ്റ് ചെയ്യും. അപ്പം അതെന്ത് ചെയ്യും, അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്നത് കൊണ്ട് ഡയമണ്ട് ഒരു സ്പെഷ്യൽ ഷൈനിങ് തന്നെ ഉണ്ടാവും. അതായത് ലൈറ്റ് ബാക്കിയുള്ള ലോക്കൽ സ്റ്റോൺസ് മാതിരിയല്ല, ഇതിൽ ലൈറ്റ് എൻ്റർ ചെയ്യുമ്പം അതിൻ്റെ ഉള്ളിൽ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടന്നിട്ട് എന്ത് പറ്റും, ദ കോമ്പണൻസ് ഓഫ് ലൈറ്റ് ഇസ് സെപ്പറേറ്റഡ്. അപ്പോൾ ആ ഡയമണ്ട് നോക്കുമ്പോൾ തന്നെ നമുക്കൊരു സ്പെഷ്യൽ ഷൈനിങ് കിട്ടും. ദാറ്റ് മേക്സ് ഡയമണ്ട് എന്താക്കാണ്, ഡയമണ്ട് ഇസ് യൂസ്ഡ് ആസ് എ ജ്വല്ലറിയിൽ യൂസ് ചെയ്യാനുള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അതിലേക്കുള്ള ആ ലൈറ്റ് എൻ്റർ ചെയ്യുമ്പോൾ ടോട്ടലിൻ്റെ റിഫ്ലക്ഷനൊക്കെ നടന്നത് അത് ഭയങ്കര അട്രാക്റ്റീവും ലൈറ്റ് പുറത്തേക്ക് വരുമ്പോൾ കാണാം. അതുകൊണ്ട് തന്നെയാണ് ഡയമണ്ട് ഇസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ജ്വല്ലറി. പിന്നെ പ്യോർ ഡയമണ്ട് എന്ന് പറയുന്നത് വൈറ്റ് കളറാണ്, പ്യോർ ഡയമണ്ട്. പക്ഷേ ഡയമണ്ടിൽ നമ്മൾ ചിലപ്പോൾ കാണാൻ ഒരു ഗ്രീൻ കളറായിട്ടും യെല്ലോ കളറായിട്ടൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പം ഡയമണ്ടിൻ്റെ ബ്ലൂ കളർ, ഇപ്പം നമ്മൾ ചില എലിമെൻസിന് ഡയമണ്ടിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഡയമണ്ട് ക്രിസ്റ്റലിലേക്ക് നമ്മൾ ഇമ്പാർട്ട് ചെയ്യുമ്പം അതിനൊരു കളറ് കിട്ടും. അതായത് ചില എലിമെൻസിനെ ഡയമണ്ട് എന്ന ക്രിസ്റ്റലിലേക്ക് നമ്മൾ ചെയ്യേണ്ട ജ്വല്ലറിക്കാരൊക്കെ ചെയ്ത് അതിനെ മിക്സ് ചെയ്യുമ്പോഴൊക്കെയാണ് അതിനൊരു സ്പെഷ്യൽ കളറ് കിട്ടുന്നത്. ഈ ബോറോൺ ഒക്കെ യൂസ് ചെയ്തത്, ബോറോൺ എന്ന് പറഞ്ഞ എലിമെൻറ്റ് യൂസ് ചെയ്താൽ ഇറ്റ് വിൽ ഗെറ്റ് എ ബ്ലൂ കളർ കിട്ടുന്നത് ബോറോൺ ആണ്. നൈട്രജൻ പോലത്തെ എലിമെൻസിനെ ആഡ് ചെയ്യുമ്പോഴാണ് ഒരു യെല്ലോ കളർ. അങ്ങനെ പല എലിമെൻറ്റ്സ് ചേർത്താലും പല കളേഴ്സ് കിട്ടാറുണ്ട്. അപ്പം ഡയമണ്ടിൻ്റെ സ്പെഷ്യാലിറ്റി ഇതൊക്കെയല്ല മെയിനായിട്ടുള്ളത് ഇതൊക്കെയാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ആ ഡയമണ്ടിൻ്റെ സ്ട്രക്ചറാണ്. യു ക്യാൻ സീ ദ സ്ട്രക്ചർ ഓഫ് ഡയമണ്ട്. ആ ഡയമണ്ടിൻ്റെ സ്ട്രക്ചറിൽ നിങ്ങൾ എന്തൊക്കെ കാണുന്നുണ്ട്, ഈ ഇങ്ങനെ ബോൾ ഇട്ടത് ഇത് കാർബൺ ആറ്റം ആട്ടോ. ഈ ബോൾ കാണുന്നതൊക്കെ കാർബൺ ആറ്റം. ഈ വടി കാണുന്നത് എന്താണ്, അതിൻ്റെ ബോണ്ടിങ് ആണ്. ഒരു കാർബണിൽ നിന്ന് മറ്റ് കാർബണിലേക്കുള്ള ബോണ്ടിങ് ആണ്. അപ്പം ഈ ഒരു കാർബണിൽ എപ്പോഴും കാർബണിനെ ശ്രദ്ധിക്കേണ്ടതാണ്. കാർബണിന് എപ്പോഴും 4 വാലൻസി ഉണ്ട്. നിങ്ങൾ വാലൻസി പഠിച്ചിട്ടുണ്ട് അല്ലേ? പഠിക്കാത്തവരും അറിയാത്തവർക്കും ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഹൗ ടു റൈറ്റ് ദ വാലൻസി ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞിട്ടൊരു നല്ലൊരു വീഡിയോ ആണ്. അത് കണ്ടാൽ വാലൻസി അറിയാത്തവരും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ അറിയാത്തവർക്കും അത് കണ്ടാൽ മനസ്സിലാവും. ബേസിക് ആണ് അതിലുള്ളത്. സോ കാർബൺ, അപ്പോൾ വാലൻസി എന്താണെന്ന് ഞാൻ പറയുന്നില്ല, ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോയിൽ ക്ലിയർ ആയിട്ടുണ്ട്. അപ്പം കാർബൺ എപ്പോഴും 4 അതിൻ്റെ വാലൻസി. സോ ആ 4 വാലൻസി എപ്പോഴും അത് സാറ്റിസ്ഫൈ ചെയ്തിരിക്കും.
അപ്പം ഈ കാർബൺ, അതായത് ഡയമണ്ടിലെ ഈച്ച് കാർബൺ ആറ്റം ഇസ് ബോണ്ടഡ് ടു അതർ കാർബൺ ആറ്റം കംപ്ലീറ്റ്ലി വിത്ത് 4, അതായത് 4 ഇലക്ട്രോൺസ് വെച്ചിട്ട് അത് കോവാലൻ്റ്ലി ബോണ്ട് ചെയ്ത്, അതായത് ഓരോ കാർബൺ ആറ്റം അതിൻ്റെ 4 ഇലക്ട്രോൺസും വേറൊരു കാർബൺ ആറ്റത്തിൻ്റെ 4 ഇലക്ട്രോൺസുമായിട്ട് കംപ്ലീറ്റ്ലി എന്താണ്, കോവലൻ്റ്ലി ബോണ്ട് ചെയ്തിരിക്കുവാണ്. കോവാലൻ്റ് ബോണ്ട് നിങ്ങൾക്കറിയാം എന്താണ്, ഷെയർ ചെയ്തിട്ടുള്ള, മ്യൂച്വലി ഷെയർ ചെയ്തിട്ടുള്ള ബോണ്ടിങ് അവിടെ നടന്നിട്ട്. കോവലൻ്റ് ബോണ്ട്സ് ആർ വെരി സ്ട്രോങ്. അപ്പോൾ അവർ തമ്മിൽ എന്താ നല്ല സ്ട്രോങ് ബോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡയമണ്ട് ഇസ് വെരി സ്ട്രോങ് ബിക്കോസ് ഈച്ച് കാർബൺ ആറ്റം ഇൻ ദ diamond is covalently bonded with the other carbon atom. That makes the bonding so strong, and diamond is a hard metal. ഈ ഡയമണ്ടിൻ്റെ ഈ ഒരു നേച്ചർ ഉള്ളത് കൊണ്ടാണ് ഡയമണ്ടിനെ എന്തിന് യൂസ് ചെയ്യുന്നത്, ഒരു യൂസാണ് കട്ടിങ് ഓഫ് ഗ്ലാസ്സുകൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയമണ്ട് യൂസ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ്, ഡയമണ്ട് ഇസ് ദ ഹാർഡസ്റ്റ് മെറ്റൽ. അപ്പോൾ ഇനി ക്വസ്റ്റ്യൻ ചോദിക്കും, വൈ ഡയമണ്ട് ഇസ് കൺസിഡേഴ്സ് ദ ഹാർഡസ്റ്റ് മെറ്റൽ എന്ന് പറഞ്ഞാൽ ഡയമണ്ടിൻ്റെ സ്ട്രക്ചർ പറയാം. ഈച്ച് കാർബൺ ആറ്റം ഇസ് diamond is linked to the other carbon atom covalently and it forms a strong bond that makes diamond hard. ഇനി ഇതേ ക്വസ്റ്റ്യൻ ചോദിക്കും, വൈ ഡയമണ്ട് കനോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ദർ ഇസ് നോ ഫ്രീ കണ്ട 4 ഇലക്ട്രോൺസും അടുത്ത 4 ഇലക്ട്രോൺസ് ഓഫ് ദി അതർ കാർബൺ ആറ്റമായിട്ട് ബോണ്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഫ്രീ ഇലക്ട്രോൺസ് ഇല്ല. അപ്പോൾ എന്താണ്, ഈ 4 ഇലക്ട്രോൺസും കംപ്ലീറ്റ്ലി ഷെയർ ചെയ്തതുകൊണ്ട് അവിടെ ദർ ഇസ് നോ ഫ്രീ ഇലക്ട്രോൺ. ഇൻ ഡയമണ്ട് ദർ ഇസ് നോ ഫ്രീ ഇലക്ട്രോൺസ് ടു കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ദാറ്റ് ഇസ് വൈ ഡയമണ്ട് ഇസ് എ ബാഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഈ 2 മെയിൻ കാര്യങ്ങളാണ് ഡയമണ്ടിൽ പഠിക്കാനുള്ളത്. മനസ്സിലായല്ലോ. അപ്പോൾ വാട്ട് ആർ ദ യൂസസ് ഓഫ് ഡയമണ്ട്? ഇറ്റ് ഈസ് യൂസ് ഫോർ മേക്കിംഗ് ജ്വല്ലറി ആൻഡ് സെക്കൻഡ് വൺ ഇറ്റ് ഈസ് യൂസ് ഫോർ കട്ടിങ് ഗ്ലാസസ്. കഴിഞ്ഞ് ഡയമണ്ട് ഇത്രയേ ഉള്ളൂ, പഠിച്ചു കഴിഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ നമ്മുടെ അടുത്ത അളവ് ഗ്രാഫൈറ്റ്. വളരെ സിമ്പിൾ. അപ്പോൾ അടുത്ത എലിമെൻ്റ് എന്ന് പറയുന്നത് ആരാണ്? ഗ്രാഫൈറ്റ്. അപ്പോൾ ഗ്രാഫൈറ്റിൻ്റെ സ്പെഷ്യാലിറ്റി എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗ്രാഫൈറ്റ് ഇസ് ദ മോസ്റ്റ് സ്റ്റേബിൾ എലോട്രോപ്പിക് ഫോം ഓഫ് കാർബൺ. കാർബണിൻ്റെ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള എലോട്രോപ്പിക് ഫോം ഏതെന്ന് ചോദിച്ചാൽ ഗ്രാഫൈറ്റ് ആണ്. കാർബണിൻ്റെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഹാർഡസ്റ്റ് എന്ന് ചോദിച്ചാൽ ഡയമണ്ട് എന്നും ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള എലോട്രോപ്പിക് ഫോം എന്ന് പറഞ്ഞാൽ ഗ്രാഫൈറ്റുമാണ്. ഗ്രാഫൈറ്റ് സോഫ്റ്റ് ആണ്, സ്ലിപ്പറി ആണ്, കുറച്ച് സ്ലിപ്പറി ആയിട്ടുള്ളതാണ് ഈ ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത്. സോഫ്റ്റ് ആണ്, പിന്നെ ലസ്ട്രസ് ആണ്. ലസ്ട്രസ് എന്ന് പറഞ്ഞാൽ നല്ല തിളക്കമുള്ളതാണ്. നല്ല ഇറ്റ് ഇസ് ഗ്രെയിൻ കളർ ആൻഡ് ലസ്ട്രസ്. നല്ല മിനുസമായിരിക്കും, നല്ല തിളക്കമായിരിക്കും അവരുടെ സർഫസിന്. പിന്നെ ഷൈനിങ് സർഫസ്. ലസ്ട്രസ് മീൻസ് ഷൈനിങ് ആയിരിക്കും അവർ. ഗ്രെയിൻ കളറായിരിക്കും. മോസ്റ്റ് സ്റ്റേബിൾ ഫോം എലോട്രോപ്പിക് ഫോം ഓഫ് കാർബൺ ആണ്. ദേ ക്യാൻ കണ്ടക്ട് ഇലക്ട്രിസിറ്റി. അവിടെ നേരത്തെ എന്താ പറഞ്ഞത്, ഡയമണ്ട് ഇറ്റ് ഡസ് നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ഞാൻ പറഞ്ഞല്ലോ, എല്ലോട്രോപ്സ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ തന്നെ ഡിഫറെൻറ്റ് ഫോമാണ്, ബട്ട് അവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഡിഫറെൻ്റ് ആവാം. കണ്ടോ, കണ്ടക്ടിവിറ്റി, അവരുടെ നേച്ചർ അതൊക്കെ വ്യത്യാസം. പക്ഷെ അവരുടെ കെമിക്കൽ നേച്ചർ, അതായത് അവരൊരു സബ്സ്റ്റൻസ് ആയിട്ട് റിയാക്ട് ഒക്കെ ചെയ്യുമ്പോൾ സെയിം സ്വഭാവമായിരിക്കും. ബട്ട് അവർ ആസ് എ ഫിസിക്കൽ അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇത് സോഫ്റ്റ് ആണ്, സ്ലിപ്പറി ആണ്, ഗ്രെയിൻ കളറാണ്, ലസ്ട്രസ് ആണ്. ദേ ക്യാൻ കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ഇത്രയുമാണ് ഗ്രാഫൈറ്റിൻ്റെ സം ഓഫ് ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്. പിന്നെ അവർ നോൺ വോളറ്റൈൽ ആണ്. നോൺ വോളറ്റൈൽ ആണ് ഒരു ഗിവൺ കണ്ടീഷനിൽ പെട്ടെന്നൊന്നും അവരങ്ങനെ ഇവോപ്പറേറ്റ് ചെയ്ത് പോകത്തില്ല. ഗ്രാഫൈറ്റിനെ നമ്മൾ നന്നായി ചൂടാക്കി അങ്ങനെ ഒരു നോർമൽ കണ്ടീഷനിലൊന്നും അവർ അത്ര പെട്ടെന്നൊന്നും എന്താവില്ല, ഇവോപ്പറേറ്റ് ചെയ്തിട്ട് പോകത്തില്ല. ദാറ്റ്സ് ദേ ആർ നോൺ വോളറ്റൈൽ. ഇനി നമുക്കിവിടെ നോക്കാനുള്ളത് അവരുടെ സ്ട്രക്ചറാണ്. സ്ട്രക്ചർ നല്ലോണം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. In graphite, each carbon atom is covalently bonded with 3 surrounding carbon atom. അതായത് നമ്മുടെ നിങ്ങൾ കാണാൻ സ്ട്രക്ചറിൽ ഓരോ ഗ്രാഫൈറ്റിൽ ഓരോ കാർബൺ ആറ്റം ആ ബോൾ പോലെ കാണിക്കുന്നതാണ് എന്ത്, കാർബൺ ആറ്റം. ആ ഓരോ കാർബൺ ആറ്റം ആരായിട്ടാണ് കോവലൻ്റ്ലി ബോണ്ടഡ് വിത്ത് 3 surrounding carbon atom. തൊട്ടടുത്തുള്ള 3 കാർബൺ ആറ്റമായിട്ട് കോവാലൻ്റ്ലി ബോണ്ട് ചെയ്തിട്ട് ഒരു ഷീറ്റ് ലൈക്ക് സ്ട്രക്ചറാണ് ഉണ്ടായിരിക്കുന്നത്. ദ ഷീറ്റ്സ് ആർ സ്റ്റാക്ഡ് ഓവർ അത് നിങ്ങൾക്കറിയാം, ഓരോ ഷീറ്റും വേറെ ഒരു ഷീറ്റിൻ്റെ മുകളിൽ ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് അട്ടിയായി വെച്ചിരിക്കുന്ന പോലെ ഒരു 3 dimensional അറേഞ്ച്മെൻ്റ് ആണ്. എന്നിട്ട് നോക്കൂ, ഓരോ ലെയർ, ഈച്ച് ലെയർ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ഹെക്സഗൺ. ഓരോ ലെയറും ഹെക്സഗൺസ് ആണ്. ഈച്ച് ലെയർ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ 6 സൈഡ്സ് ഉള്ള സ്ട്രക്ചർ അല്ലേ. ഈച്ച് ലെയർ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ഹെക്സഗൺ.
there is no covalently bonds between these two layers. അതായത് ഒരു ഹെക്സഗൺ ലെയറും തൊട്ട് മുകളിലുള്ള ഹെക്സഗൺ ലെയറും തമ്മിൽ കോവലന്റ് ബോണ്ട് അല്ല. എവിടെയാണ് കോവലന്റ് ബോണ്ട് ഉള്ളൂ? ഈ അതായത് ഒരു കാർബൺ ആറ്റം അതിന്റെ തൊട്ടടുത്തുള്ള 3 കാർബൺ ആറ്റം കോവലന്റ്ലി ബോണ്ടാണ്. എന്നിട്ട് അങ്ങനെ ബോണ്ട് ചെയ്ത് അവരൊരു ഹെക്സഗണൽ ലെയർ ഉണ്ടാവും. ഇനി ഈ ഒരു ലെയറും അതിന്റെ തൊട്ട് മുകളിലുള്ള ഹെക്സഗണൽ ലെയറും തമ്മിൽ കോവലന്റ് ബോണ്ട് അല്ല. But these layers are held together by weak forces known as van der Waals force. ഏത് ഫോഴ്സ് ആണ്? വാൻ ഡർ വാൽസ് ഫോഴ്സ്. ആ വാൻ ഡർ വാൽസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വീക്കസ്റ്റ് ഫോഴ്സ് ആണ്. അപ്പോൾ ഒരു വീക്ക് ഫോഴ്സ് ആണ് ഈ ഒരു ലെയറും അതിൻ്റെ മുകളിലുള്ള ലെയറും തമ്മിലുള്ളത്. അതുകൊണ്ടാണ് ഇതിനൊരു വീക്ക് ബോണ്ടിങ് ഉള്ളത് കൊണ്ടാണ് ഈച്ച് ലെയർ ക്യാൻ സ്ലൈഡ് ഓവർ ദി അതർ. അതായത് ഒരു ലെയറും അതിൻ്റെ മുകളിലുള്ള ലെയറും അത്ര സ്ട്രോങ് അല്ലെങ്കിൽ എന്താ, ആ മുകളിലുള്ള ലെയറിന് ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ പതിയെ സ്ലൈഡ് ചെയ്തൂടെ, ഇങ്ങനെ നീങ്ങിക്കൂടെ. അതുതന്നെയാണ് ഈ ഗ്രാഫൈറ്റിനെ സോഫ്റ്റ് ആക്കുന്നത്. ഭയങ്കര റിജിഡ് ആണെങ്കിൽ എന്തായിരിക്കും, അതത്ര സോഫ്റ്റ് ആയിരിക്കില്ല. അപ്പോൾ എന്തൊക്കെയാണ് അപ്പോൾ നമ്മൾ സ്ട്രക്ചറിൽ പറഞ്ഞത്? അതായത് ഒരു കാർബൺ ആറ്റം, ഗ്രാഫൈറ്റിൽ ഒരു കാർബൺ ആറ്റം തൊട്ടടുത്തിട്ടുള്ള 3 കാർബൺ ആറ്റമായിട്ട് കോവലന്റ്ലി ബോണ്ട് ചെയ്തിരിക്കുന്നു. അങ്ങനെ അവർ ബോണ്ട് ചെയ്ത് ഒരു ഹെക്സഗണൽ ആയിട്ടുള്ള ഒരു ലെയർ ഉണ്ടാവും. അതിൻ്റെ തൊട്ട് മുകളിൽ ഇതേപോലത്തെ വേറെ ഹെക്സഗണൽ ലെയർ ഉണ്ടാവും. ഈ താഴെയുള്ള ലെയറും അതിൻ്റെ തൊട്ട് മുകളിലുള്ള ലെയറും കൂടെ തമ്മിൽ കോവലന്റ് ബോണ്ട് അല്ല. അവർ തമ്മിൽ എന്ത് ബോണ്ടാണ് ഉണ്ടായിരിക്കുന്നത് പറഞ്ഞാൽ വാൻ ഡർ വാൽസ് ഫോഴ്സ്. ഇതൊരു വീക്ക് ഫോഴ്സ് ആണ്. ഈ വാൻ ഡർ വാൽസ് ഫോഴ്സ് ആയതുകൊണ്ടാണ് എന്ത് പറ്റിയത്, അവർ ഒരു ലെയറിൻ്റെ മുകളിൽ ഒരു ലെയർ ആയതുകൊണ്ടും അവർക്ക് എന്ത് ചെയ്യാനും പറ്റുന്നുണ്ട്, അവർക്ക് ഇങ്ങനെ സ്ലൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം നമ്മൾ ഇവിടെ ഒരു കാര്യം പറഞ്ഞു, ഈച്ച് കാർബൺ ആറ്റം ഇസ് ബോണ്ടഡ് ടു 3 അതർ കാർബൺ ആറ്റം. അപ്പോൾ കാർബൺ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് വാലൻസിൽ? 4 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ വാലൻസിൽ. അപ്പം 4 ഇലക്ട്രോൺസ് വാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിൽ അപ്പം 3 ആൾക്കാരായിട്ട് ബോണ്ട് ചെയ്ത്, അപ്പോൾ അതിൽ 1 ഇലക്ട്രോൺ എന്താ അവിടെ ഫ്രീ ഇലക്ട്രോൺ ആയിട്ടുണ്ട്. 3 ആൾക്കാരായിട്ട് ബോണ്ട് ചെയ്തില്ല, അതിൽ 1 ഇലക്ട്രോൺ എന്താ ഫ്രീ ആയിട്ടുണ്ട്. ആ ഫ്രീ ഇലക്ട്രോൺസ് ആണ് എന്തിന് റെസ്പോൺസിബിൾ ഫോർ ദ കണ്ടക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി. അതാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി. ഇൻ ഗ്രാഫൈറ്റ് ദർ ആർ ഫ്രീ ഇലക്ട്രോൺസ് വിച്ച് മേക്ക് ഇറ്റ് ടു കണ്ടക്ട് ഇലക്ട്രിസിറ്റി. whereas in the case of diamond there is no free electrons and there is strong covalent bond in diamond, whereas here covalent bond is only within the molecule. ആ മോളിക്യൂൾ തമ്മിൽ, അതായത് ഒരു ലെയറും മറ്റൊരു ലെയറും തമ്മിൽ വാൻ ഡർ വാൽസ് ഫോഴ്സ് ആണ്. ഇത്രയും കാര്യമാണ് ഡയമണ്ടിൽ ഗ്രാഫൈറ്റിൽ പറയാനുള്ളത്. കാര്യം മനസ്സിലായല്ലോ? ഇനി എന്തൊക്കെയാണ് അതിൻ്റെ യൂസസ് എന്നും കേൾക്കുന്ന പോലെ തന്നെയാണ്. ഗ്രാഫൈറ്റ് ഇസ് യൂസ് ഫോർ മേക്കിംഗ് പെൻസിലിൻ്റെ ലെഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, പെൻസിൽ നമ്മൾ എഴുതുന്ന സാധനം ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരാളാണ് ഗ്രാഫൈറ്റ്. പിന്നെ ഈ ഡ്രൈ സെല്ലിൽ ഇലക്ട്രോഡ്സ് എന്ന് പറയാൻ നമുക്കറിയാം, സെല്ലിൽ ഒരു പോസിറ്റീവ്, സെല്ലെന്ന് പറഞ്ഞാൽ കറണ്ട് കണ്ടക്ട് ചെയ്യുന്ന ബാറ്ററി, അതായത് ഒരു സെല്ലിൽ ഒരു പോസിറ്റീവ് റോഡ് ഉണ്ടാവും, ഒരു നെഗറ്റീവ് റോഡ് ഉണ്ടാവും അല്ലേ. ആ കണ്ടക്ട് ചെയ്യുന്ന റോഡ്സിനെ നമ്മൾ ഇലക്ട്രോഡ്സ് എന്ന് പറയും. അപ്പം ഡ്രൈ സെല്ലിൽ ഇലക്ട്രോഡ്സ് ആയിട്ട് ആരെ യൂസ് ചെയ്യാറുണ്ട്? ഈ ഗ്രാഫൈറ്റിനെ യൂസ് ചെയ്യാറ്. ഇതിനെ സോളിഡ് ലൂബ്രിക്കൻ്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ലൂബ്രിക്കൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഓയിലൊക്കെ നമ്മൾ ലൂബ്രിക്കൻ്റ് ആയിട്ട് യൂസ് ചെയ്യില്ല. മെഷീൻ പാർട്സിലൊക്കെ വെയർ ആൻഡ് ടയർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓയിൽ ഇടൂലേ, അതേപോലെ തന്നെ ഇത് സോളിഡ് ലൂബ്രിക്കൻ്റ് ആയിട്ടും ഓട്ടോമൊബൈൽസിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ആരെ? നമ്മുടെ ഈ ഗ്രാഫൈറ്റിന്. ഈ ഗ്രാഫൈറ്റ് എന്ന് പറഞ്ഞതിന് പേര് കിട്ടുന്നതന്നെ ഈ ഒരു ലാറ്റിൻ വേർഡ് ഉണ്ട്, ഗ്രാഫീൻ. ഗ്രാഫീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാറ്റിൻ്റെ അർത്ഥം കേപ്പബിൾ ഓഫ് റൈറ്റിംഗ്. അപ്പോൾ ഈ ഗ്രാഫൈറ്റ് എന്ന് പറഞ്ഞ എലിമെൻറ്റ് കണ്ടുപിടിച്ചപ്പം അതിങ്ങനെ പേപ്പേഴ്സിലൊക്കെ മാർക്ക് ചെയ്യാൻ പറ്റുന്നത് കണ്ട്. അപ്പോൾ ഇവരെന്ത് വിചാരിച്ചു, ഇത് എഴുതാൻ പറ്റുന്നൊരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെന്തുകൊണ്ട് ഗ്രാഫീൻ എന്നുള്ളൊരു പേര് കൊടുത്തു, ഗ്രാഫൈറ്റ് എന്നുള്ള പേര് കൊടുത്തു. അപ്പോൾ ഇവരത് മിസ്റ്റേക്ക് ആയിപ്പോയി. കാരണം ലെഡ് എന്ന് പറഞ്ഞൊരു എലിമെൻറ്റ്, നിങ്ങൾക്ക് അറിയാം പീരിയോഡിക് ടേബിൾ ഒരു എലിമെൻ്റ് ആണ് ലെഡ്. അപ്പം ഈ ലെഡ് ആണെന്ന് ഈ ഗ്രാഫൈറ്റിനെ കണ്ടുപിടിച്ചപ്പോൾ അവർ തെറ്റിദ്ധരിച്ചു. അപ്പം അതുകൊണ്ടാണ് പെൻസിൽ ലെഡ് എന്ന് പറയുന്നത്. പെൻസിൽ ഗ്രാഫൈറ്റ് എന്നല്ല നമ്മൾ അതിന് പറയുന്നത്, എന്താ പറയുക, പെൻസിൽ ലെഡ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആദ്യം ഗ്രാഫൈറ്റ് കണ്ടപ്പോൾ ഇവരെന്ത് വിചാരിച്ചു, ഇറ്റ് ഇസ് എൻ എലിമെൻറ്റ് ലൈക്ക് ലെഡ് ആണെന്നുള്ളത് ഒരു കൺഫ്യൂഷൻ വന്നതുകൊണ്ടാണ് എന്ത് പറ്റിയത്, അത് ലെഡ് എന്നുള്ള പേര് കൊടുത്തത്. അപ്പം പെൻസിലൊക്കെ യൂസ് ചെയ്യുന്ന കാര്യം ലെഡ് അല്ല, ഇത് ഗ്രാഫൈറ്റ് ആണ്. പക്ഷെ നമ്മൾ എന്താ പറയുക, പെൻസിൽ ലെഡ് എന്ന്. അത് ഈ ഒരു മിസ്റ്റേക്ക് വന്നുകൊണ്ടാണ് അതിനിപ്പോഴും എന്ത് പറയുന്നത്, പെൻസിൽ ലെഡ് എന്ന്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് തന്നെയുള്ള ഒരു എക്സ്ട്രാ പോയിന്റാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഇന്നത്തെ ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ നന്നായി പഠിക്കുക. കുറച്ചാണ് എടുത്തിട്ടുള്ളൂ ഇന്ന്. അപ്പോൾ നന്നായി പഠിക്കുക. മനസ്സിലാവാത്ത കാര്യം കമൻറ്റ് ബോക്സിലിടുക, സജഷൻസ് കമൻറ്റ് ബോക്സിലിടുക. ഓക്കെ, താങ്ക് യു.